ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിലത്തെ കുപ്പികളൊക്കെ എടുത്ത് മാറ്റാൻ പോകണ്ട. പിന്നെ പായലൊക്കെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ നാളെ അത് കൊടുന്നിടണം. പിന്നെ കൂത്താടികളുടെ അവസ്ഥ കൂത്താടികളൊക്കെ ഒന്നും കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ. മീനുകളൊക്കെ ഉണ്ട്. മീനുകളൊക്കെ ഒന്ന് വിചാരിച്ചു ചത്തു പോയെന്ന് വിചാരിച്ചു. പിന്നെ താഴോട്ട് നോക്കിയാൽ കുഞ്ഞുങ്ങളുണ്ടല്ലേ, കുഞ്ഞുങ്ങൾ നല്ല നോക്കിയാൽ കിട്ടും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പാറ്റിയിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ നോക്കി ഉണ്ടോ. ഇനി ഇതിലത്തെ കുപ്പികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ പോവാണ്. കുപ്പികളൊക്കെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ പിന്നീട് അത് വെള്ളം ഒന്നും കൂടി കേട് വരും. ഇത് ഞാൻ നിറച്ച വെള്ളമല്ല, ഇത് മഴവെള്ളമാണ്. മഴ പെയ്തു ഫ്രിഡ്ജ് ബോക്സ് നിറഞ്ഞാക്കുമ്പോൾ കൂത്താടികളെ കണ്ടു നോക്കുമ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതുപോലെ നമ്മൾ വെള്ളങ്ങളൊക്കെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഒഴിച്ച് കളയാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രയാസം, കൊതുകുകൾ മുട്ടയിട്ട് പിന്നെ വീട്ടിലേക്ക് ശല്യമായി മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കൊരു പരിധി വരെ കൊതുകുകളുടെ ശല്യങ്ങളൊക്കെ തടയാൻ കഴിയും. അപ്പോൾ അതിലത്തെ ഒരു മാർഗ്ഗമാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ. അപ്പോൾ ഇനി പ്ലാവിൻ്റെ ഇലകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. മീനുകളൊക്കെ അടിയിൽ, കുഞ്ഞുങ്ങളൊക്കെ അടിയിലാണ്. പിന്നെ ആക്കിയുള്ള അവസ്ഥയല്ലേ, പെട്ടെന്നൊന്നും മുകളിലേക്ക് വരില്ല. തീറ്റ ഒന്നും കൊടുത്തിട്ടില്ല, ഒക്കെ അതിലുണ്ട്. അത്യാവശ്യം പ്ലാവിൻ്റെ ഇല ചീഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് ബോക്സിൽ. കഴിഞ്ഞ വർഷം ഇതേപോലെ വെള്ളം നിറഞ്ഞ് കൊടുന്നിട്ട് പിന്നീട് ഒഴിച്ച് കളഞ്ഞതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മീനുകളൊക്കെ അടിയിലുണ്ട്, അടിയിൽ ഉണ്ട്. വെള്ളം മാറ്റിയിട്ടില്ല. നമ്മൾ പെട്ടെന്ന് വെള്ളം മാറ്റിയാൽ മീനുകൾക്ക് ഫംഗസ് സംഭവിക്കുന്നുണ്ട്, ഫംഗസ്. അതുകൊണ്ട് നമ്മൾ ആ പരിപാടി ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ നട്ട് വളർത്തിയിരുന്ന ചെടിയായിരുന്നു. നമ്മുടെ എന്തെന്ന് പറയുക, കഞ്ഞിക്കൂർക്ക. അതിൻ്റെയൊക്കെ ഉണങ്ങി, നനക്കാത്ത കാരണം, ശക്തമായ വെയിൽ കാരണം ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ.